കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു വെറൈറ്റി പുട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അരിപ്പുട്ട്, ഗോതമ്പുട്ട്, അങ്ങനത്തെ പുട്ടൊന്നുമല്ല. നമ്മൾ കൊള്ളിപ്പുട്ട് ഉണ്ടാക്കാനും പോകണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ വരുന്ന ഒരു കപ്പയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല സിലോൺ കപ്പയായിരുന്നു, വേഗം വേവണ കൊള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു കഷ്ണം കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെട്ടി നുറുക്കി ഗ്രേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. കൊള്ളിതാ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം നമുക്കൊന്ന് അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കൊള്ളിയൊക്കെ ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ശേഷം വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിൽ കുറച്ച് കട്ടൊക്കെ ഉണ്ടാവും കൊള്ളിയിൽ. അപ്പോൾ അതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അത് നന്നായി മുറുക്ക പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതാ 2-3 പ്രാവശ്യം നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ നന്നായി ഉലർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉലർത്തിയെടുത്ത കൊള്ളിയിലേക്ക് ഞാനിതാ 1 കപ്പ് പുട്ടുപൊടി ഇല്ലേ, പുട്ടുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അരിപ്പൊടിയൊക്കെ അതിൽ കൊള്ളിയിൽ കുറച്ച് നനവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പും ഒക്കെ ഒന്ന് കണ്ട് പിടിക്കട്ടെ. ഇത് അടിപൊളിയായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുട്ടുംകുട്ടിയിലേക്ക് ഇട്ട് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് പുട്ടുംപാനിയിലേക്ക് നിറയ്ക്കാം കേട്ടോ. ആദ്യം നാളികേരം ഇട്ട് കാണണ്ട, അത് നിങ്ങൾക്ക് കാണില്ല അല്ലേ. ആദ്യം നാളികേരം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കൊള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കുക. അതാ മുകളിലോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാം. അടിപൊളി. അതാ നമ്മുടെ നിവേദ്യ മോൾക്ക് ഒരു കഷ്ണം പുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ട്, പപ്പടം വേണമെങ്കിൽ പപ്പടം എടുക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പുട്ട് മാത്രം കഴിക്കാം. എങ്ങനെയുണ്ട് നിവേദ്യ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബൈ.